എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നേ. അപ്പം ഇന്നത്തെ പതിവ് ജോലികളും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ജോലികളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ വരൂ, നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പതിവ് പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു. അതിന് ശേഷം തേണ്ട മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിക്കുള്ളത്. അപ്പോൾ എന്താണ്ട് ഞാനത് മാവ് രാവിലെ തന്നെ കോരി ഒഴിച്ച് വെക്കുകയാണ്. കാരണം കുറച്ചൊന്ന് പൊങ്ങി നന്നായിട്ട് പുളിയാകാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുളിച്ച ഇഡലി അത്രയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് വന്ന് കഞ്ഞി തിളപ്പിച്ച് വറക്കാൻ വെച്ചതിന് ശേഷം നേട്ടെ നമ്മുടെ ഇഡലി മാവ് കോരി തട്ടയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചോറിനും സാമ്പാറാകും, ഇഡലിക്കും സാമ്പാറാകും. അപ്പോൾ അത് ഒരു കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇപ്പം ഇഡലി നമ്മൾ കോരി വെച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഊറ്റിയിടണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ. അതെല്ലാം പിന്നെ പെട്ടെന്ന് ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണ്. 2 മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും തക്കാളിയും സവോളയും വെള്ളരിക്കായും മത്തങ്ങയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. വെള്ളരിക്കയല്ല, ഇന്ന് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഉണ്ട്. അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിനകത്ത് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പരിപ്പൊന്ന് വെന്തതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതിയല്ലോ, സാമ്പാറാവുമല്ലോ. അപ്പം അത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊന്ന് അരിഞ്ഞെടുക്കുവാണേ. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ വെണ്ടയ്ക്കായും തക്കാളിക്കായും സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുവാണ്. പിന്നെ ഇഡലി ആയില്ല, ഒരു തട്ടൂടെ ഞാൻ കോരി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറെല്ലാം ചേർത്തു. പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറെല്ലാം ഞാൻ പാത്രത്തിലേക്ക് കുക്കറിൽ നിന്ന് മാറ്റി കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചാക്കി മിക്സ് ചെയ്ത് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി സാമ്പാർ തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടെ അതിലേക്ക് ഒന്ന് അരിഞ്ഞിടണം. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാവുള്ളൂ. അത് മല്ലിയില അരിഞ്ഞിട്ടതിന് ശേഷം പിന്നെ നമ്മൾ സാമ്പാർ തിളപ്പിക്കരുത്, മൂടി വെക്കുകയോ ചെയ്യാവുള്ളേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ മല്ലിയില കഴുകിയെടുത്തിട്ടുണ്ടെന്ന് അതൊക്കെ ഒന്ന് അരിഞ്ഞിടുവാണ്. അപ്പോൾ ഞാൻ ഓരോ തവണയും സാമ്പാർ വെക്കും പല രീതിയിൽ വെക്കും. ഓരോ ദിവസവും ഒരു ദിവസം ഒരു രീതിയിലാണ്, ഒരു ദിവസം വേറൊരു രീതിയിലാണ് വെക്കുന്നത്. പക്ഷേ സാമ്പാറിൻ്റെ പൊടികൾ എല്ലാം ചേർക്കുന്നത് ഒരുപോലെ തന്നെയാണ്. കഷ്ണങ്ങൾ വഴറ്റി ചേർക്കും, ചിലപ്പം കുക്കറിനകത്ത് ഒരുമിച്ചിടും. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കപ്പളങ്ങ തോരനൂടെ വെക്കണം. വൻപയറും കപ്പളങ്ങയും കൂടെ ഒരു തോരനുണ്ടാക്കണം. പിന്നെ നമുക്കൊരു മുട്ടയും കൂടെ പൊരിക്കണം. അതാണ് ഇന്നത്തെ നമ്മളുടെ വിഭവങ്ങളെ ലഞ്ചിനുള്ളതും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും എല്ലാം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് തോരനും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ച് കടുകിട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കപ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വൻപയർ വേവിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തലേദിവസം റെഡിയാക്കി വൻപയറൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാം. രാവിലെയുള്ള ധൃതി ഓട്ടപ്പാച്ചിലുകളിൽ നിന്ന് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും. ഇതെല്ലാം അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ തേങ്ങയൊക്കെ ചിരണ്ടി വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള കുറേ ഉപകാരങ്ങളുണ്ട്. അതുപോലെ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് ജോലി ചെയ്യുമ്പോൾ എഴുന്നേക്കാനുള്ള ഒരു മടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനുള്ള ഒരു ഉഷാറ് കിട്ടും. രാവിലെ എഴുന്നേൽക്കുവാണെങ്കിൽ നേരം പോയി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും, ഓരോന്ന് ചെയ്യാനായിട്ടൊക്കെ പിന്നെ മടിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കാരണം രാവിലെ നമ്മളുടെ ജോലികളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തീർക്കുകയും ചെയ്യും. പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ട് അതൊക്കെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ സാധാരണഗതിയിൽ എന്നും ഞായറാഴ്ച ദിവസം
ദിവസം മാത്രമേ ഞാൻ താമസിച്ച് നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ എനിക്ക് പണി നടക്കത്തുമില്ല. എല്ലാം പതുക്കെയായിട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ തന്നെ ആയിരിക്കും ചിലത്. ഞായറാഴ്ചകളിൽ മിക്കപ്പോഴും അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കറക്റ്റായിട്ട് എല്ലാം രാവിലത്തെ പരിപാടികളും തീരും. തുണി അലക്കാനുള്ള അതിടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്തു പോകുന്ന രീതികളിൽ അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഒരു ദിവസം നമ്മളൊന്ന് മടി ഇന്ന് വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അപ്പോൾ ഇപ്പം ഞാൻ ഞായറാഴ്ച മിക്ക ദിവസവും ഇപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർക്കും ഇനിയും ഞായറാഴ്ച ദിവസം ആണെങ്കിലും വെളുപ്പിന് എഴുന്നേറ്റ് അങ്ങ് പണി തീർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഞായറാഴ്ച ആണെങ്കിൽ എവിടെയെങ്കിലും പോകണേലും എടുക്കണേലും ഒക്കെ നമുക്കൊന്ന് കുഴപ്പമില്ല, ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകാനും പറ്റും. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് വർത്താനമൊക്കെ പറയാൻ പോയതാണ്. അപ്പോൾ പയറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൊച്ചുള്ളിയും കൂടെയാണ് ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പം പയർ കുറച്ച് നമ്മൾ കപ്പളങ്ങായും പയറും വെക്കുമ്പോഴത്തേന് കപ്പളങ്ങ കൂടുതലും പയർ കുറച്ചും എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ടേസ്റ്റിന് കപ്പളങ്ങയുടെ ടേസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ, കൂടുതലായിട്ട് പയറിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും ഇട്ട് തേങ്ങ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ആവിക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പളങ്ങായും പയറും തോരനും ഇവിടെ റെഡിയായി കിട്ടും.